അപ്പോൾ ഏത് മൂഡ്? ഓണം മൂഡ് അല്ലേ സിംഗു? അപ്പോൾ ഓണം മൂഡ് സെറ്റാക്കാൻ വിപഞ്ചികയിൽ ഒരുപാട് പരിപാടികൾ നമ്മുടെ കൊച്ചു ടിവിയുടെ കുഞ്ഞു പ്രേക്ഷകർക്കായി വിപഞ്ചിക ഒരുക്കിയിട്ടുണ്ട്. സിംഗു, സമയം കളയാതെ പരിപാടിയിലേക്ക് കടന്നാലോ? ഓക്കെ. മലയാള തനിമ എടുത്തു കാണിക്കുന്ന ഒന്നാണ് തിരുവാതിര കളി അല്ലെങ്കിൽ കൈക്കുട്ടി കളി എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മളിത് ചെയ്തിരുന്നത് ധനുമാസത്തിലെ തിരുവാതിരയാണ്. അത് നല്ല ഭർത്താവിനെ കിട്ടാനും ഭർത്താവിൻ്റെ ആയുരാരോഗ്യം എന്താ പറയുന്നത് നന്നായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് പണ്ടുള്ള സ്ത്രീകൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എപ്പോഴൊക്കെയോ അത് ഓണത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഇന്നൊക്കെ സ്കൂളും കോളേജുകളിലും എന്തിന് ഓണപരിപാടിക്ക് പോലും തിരുവാതിര കളി ഇല്ലാണ്ട് ഓണം ഒരു കംപ്ലീറ്റ്നെസ് ഇല്ലാന്നായി. അപ്പോൾ നമുക്കൊരു തിരുവാതിര കളി കാണാം അല്ലേ? ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശ്രീമദനന്തപുരത്തിൽ വാഴും സ്വാമി ശ്രീപത്മനാഭന്റെ പാദപത്മം നാം ഇന്നു ചിന്തിച്ചു. പാർവതി റാണിയെ വന്ദിച്ചു വാഴ്ത്തി കളിച്ചിടേണം. സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടേണം. അന്തണേന്ദ്ര വാക്യശാസ്ത്രം അന്തമറ്റു കൊണ്ടു സന്ധികൾ പിളർന്നു പാർത്തനന്ദനായി കടന്നു. ബന്ധുവായ വിപ്രൻ തന്റെ സന്തതിയെ കാൺമാൻ അന്തകപുരത്തിലെത്തി ചന്തമോടു വേഗം. രൗരവാദി നരകങ്ങളൊക്കെയും തിരഞ്ഞു. കൗരവേന്ദ്രനോരിടത്തും കണ്ടതില്ല പനെ. വിപ്രതനയനെയെങ്ങും കണ്ടിടായിക മൂലം അപ്രമേയ സമൻ പാർത്തന പ്രദേശം വീട്ടു. അഭിഷേകം കഴിഞ്ഞെങ്ങു സുഖമായിട്ടിരിക്കുമ്പോൾ രാമദേവൻ പള്ളി വീട്ടേക്കെഴുന്നള്ളത്ത്. മാറാനന്മാർ ഗുഹരുമായി മനസ്സൊത്തു നിരൂപിച്ചു. ഇരയോടു ഗാഠമായി പറഞ്ഞ മോളം
മംഗളം മംഗളം. ശരിക്കും തിരുവാതിര കളിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച് വന്നത് കുറച്ച് കൊച്ചു കുട്ടികളെയായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ദേ കുറെ സുന്ദരി തരുണി മണികൾ ഒരുങ്ങി നിൽക്കുന്നു. അപ്പൊ എന്താണ് കൊച്ചു കുട്ടികൾക്ക് പകരം നിങ്ങൾ വന്ന് നിന്നതിന്റെ ഉദ്ദേശം? വിഭജിക വന്നതിന് ശേഷമാണ് ഞങ്ങൾ തിരുവാതിര അല്ലെങ്കിൽ ഡാൻസും ഒക്കെ കളിക്കാൻ നമുക്കതിന് ഒരു കഴിവുണ്ടെന്ന് തോന്നിയത് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം വിഭജികയുടെ സ്റ്റുഡൻസ് തന്നെയാണോ? അതെ, അപ്പോൾ കുട്ടികൾ മാത്രമല്ല അമ്മമാരും ഉണ്ട് സ്റ്റുഡൻസ് ആയിട്ട്. എന്തായാലും എന്താ 20 പേരുണ്ട്. ആഹാ. അപ്പൊ എല്ലാവർക്കും ഇന്ന് വരാൻ പറ്റിയില്ല. അങ്ങനെ അമ്മമാര്. ഓക്കെ, അപ്പോൾ കൊച്ചു കുട്ടികൾ മാത്രമല്ല വിഭജികയിൽ 20ഓളം അമ്മമാര് വരെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു ഇനീഷ്യേറ്റീവ് ആണ് അല്ലേ? നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു സജരി മാം. അപ്പോൾ എന്തായാലും തിരുവാതിര അടിപൊളിയായിരുന്നു. അപ്പോൾ കൊച്ചു ടിവിയുടെ വകയുള്ള ഗിഫ്റ്റ് വേണ്ടേ? വേണം. ഒരു ആരോഗ്യമില്ലല്ലോ, വേണം. അതെ, അപ്പോൾ സിംഗു, അപ്പോൾ ഇത് ഞങ്ങളുടെ കൊച്ചു ടിവിയുടെ വകയുള്ളൊരു ചെറിയ സമ്മാനമാണ്. കൊച്ചു ടി വി